നമസ്കാരം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഏപ്രിൽ 4 ആനുകാലിക സംഭവങ്ങളാണ്. ലോക ക്യാരറ്റ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണിത്. ഏപ്രിൽ 4 എന്ന് പറയുന്നത് ലോക ക്യാരറ്റ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 4. 2024 ഏപ്രിൽ ശക്തമായ ഭൂചലനമുണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യമാണ് തായ്വാന്. 2024 ഏപ്രിൽ മാസത്തിൽ ശക്തമായ ഭൂചലനമുണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യമാണിത് തായ്വാന്. ഇനി ഫോബ്സ് മാഗസിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇടം നേടിയ മലയാളി വനിതയാണ് ആര്? സാറാ മുത്തൂട്ട് കേട്ടോ. സാറാ ജോർജ് മുത്തൂട്ട്. ഫോബ്സ് മാഗസിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇടം നേടിയ മലയാളി വനിതയാണ് ആര്? സാറാ ജോർജ് മുത്തൂട്ട്. നമ്മുടെ 2024 വന്ന റിപ്പോർട്ടിലാണ് ഉൾപ്പെട്ടത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട അതായത് മലയാളത്തിൽ ഏറ്റവും വലിയ അതിസമ്പന്നരാരാന്ന് വെച്ചാൽ MA യൂസുഫ് അലിയാണ് കേട്ടോ. മലയാള ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ ഈ വർഷത്തെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 14 മലയാളികളാണ് ഉൾപ്പെട്ടത്. അതിൽ ഏറ്റവും അതിസമ്പന്നരാരാന്ന് വെച്ചാൽ നമ്മുടെ MA യൂസുഫ് അലിയാണ്. അതിൽ ഉൾപ്പെട്ട ഏക വനിത, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മലയാളി വനിത ഫോബ്സ് മാഗസിനിൽ ഉൾപ്പെടുന്നത്. അതാരാന്ന് ചോദിച്ചാൽ അത് സാറാ ജോർജ് മുത്തൂട്ടാണ്. 4ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ജസ്റ്റിസ് എസ് മണികുമാർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാന്ന് വെച്ചാൽ ജസ്റ്റിസ് എസ് മണികുമാറാണ്. ഇനി 5ാമത്തെ ചോദ്യം, വിവാദമായ കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് ശ്രീലങ്കയുടെ ഭാഗമാണ്. വിവാദമായ കച്ചത്തീവ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ ഭാഗം? ശ്രീലങ്കയുടെ ഭാഗമാണ്. ഇനി പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണ് കോവിനെറ്റ്. പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും അതുപോലെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണ് ഇത് കോവിനെറ്റ്. ഇനി സ്വയം പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ടാറ്റ ടെക്നോളജി ഏത് കമ്പനിയുമായിട്ടാണ് ധാരണയിലെത്തിയതെന്ന് ചോദിച്ചാൽ BMW ആണ് കേട്ടോ. BMW എന്ന കമ്പനിയുമായിട്ടാണ് ടാറ്റ ധാരണയിലെത്തിയത്. അപ്പോൾ സ്വയം പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ടാറ്റ ടെക്നോളജി ഏത് കമ്പനിയുമായിട്ടാണ് ധാരണയിലെത്തിയത്? BMWയുമായിട്ടാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഇത് എൻകോർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഇത് എൻകോർ. ഇനി കേരള വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിച്ച ത്രിദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായ സ്ഥലമാണ് ഇത് വർക്കല തിരുവനന്തപുരം. കേരള വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിച്ച ത്രിദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിന് വേദിയായത് എവിടെയാ? വർക്കല തിരുവനന്തപുരമാണ്. ഇനി മനോരമ സ്പോർട്സ് സ്റ്റാർ 2023 പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ മലയാളി ലോങ് ജമ്പ് താരമായ മുരളി ശ്രീശങ്കറിനാണ് കേട്ടോ. മനോരമ സ്പോർട്സ് സ്റ്റാർ പുരസ്കാരം 2023 ആർക്കാ? മുരളി ശ്രീശങ്കർ. 2024 വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ജില്ലയാണ് ഇത് പാലക്കാട്. 2024 വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ജില്ലയാണിത് പാലക്കാട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ലോക ക്യാരറ്റ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണിത് ഏപ്രിൽ 4 എന്ന് പറയുന്നത്. 2024 ഏപ്രിൽ ശക്തമായ ഭൂചലനമുണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഇത് തായ്വാന്. അതുപോലെ ഫോബ്സ് മാഗസിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക മലയാളിയാണ്, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഉൾപ്പെട്ട മലയാളി വനിതയാണ് ആര്? സാറാ ജോർജ് മുത്തൂട്ട്. ഇനി നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേൽക്കാൻ പോകുന്ന വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് എസ് മണികുമാർ. ഇനി വിവാദമായ കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താന്ന് ചോദിച്ചാൽ അത് ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീലങ്കയുടെ ഭാഗമായിട്ടുള്ള ദ്വീപാണ് ഇത് കച്ചത്തീവ് ദ്വീപ്. ഇനി പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും അതേപോലെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണ് കോവിനെറ്റ്. പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണ് ഇത് കോവിനെറ്റ്. ഈ സ്വയം പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ടാറ്റ ടെക്നോളജി ഏത് കമ്പനിയുമായിട്ടാണ് ധാരണയിലെത്തിയത്? BMW. BMW ടാറ്റ ടെക്നോളജി ധാരണയിലെത്തിയത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഇത് എൻകോർ അല്ലേ, എൻകോർ എന്ന് പറയുന്നത്. ഇനി കേരള വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിച്ച ത്രിദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിന് വേദിയായത് എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. ഇനി മനോരമ സ്പോർട്സ് സ്റ്റാർ 2023 പുരസ്കാരം ലഭിച്ചവർക്ക് മുരളി ശ്രീശങ്കരനാണ്. പിന്നെ 2024 വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ജില്ലയാണ് ഇത് പാലക്കാട്.